കേരള സർവകലാശാല ആസ്ഥാനത്തെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താനുള്ള സർവകലാശാല നീക്കത്തിൽ CPM-ന് കടുത്ത ആശങ്ക. സർവേ നടപടികളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ടു പോയാൽ AKG സെന്ററിനായി ഭൂമി കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്താകുമോ എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. പാർട്ടി ആസ്ഥാനത്തേക്ക് അളവെടുപ്പിന്റെ ചങ്ങലകൾ നീളുന്നതോടെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും പാർട്ടി കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായാണ് സൂചന. കേരള സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റിന് പ്രാതിനിധ്യം കുറഞ്ഞതോടെയാണ് നീക്കങ്ങൾ വേഗത്തിലായത്. സർവകലാശാല ആസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ പുതിയ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഇതോടെയാണ് CPM കേന്ദ്രങ്ങളിൽ ആശങ്ക വർദ്ധിച്ചത്. CPM സംസ്ഥാന ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഭൂമി CPM കയ്യേറിയെന്നാണ് കാലങ്ങളായുള്ള ആരോപണം. AKG സ്മാരക സമിതിക്ക് ഗവേഷണ കേന്ദ്രം പണിയാൻ കൈമാറിയ ഭൂമി കയ്യേറിയെന്ന ആരോപണം വേറെയുമുണ്ട്. 1977 ആന്റണി സർക്കാരിന്റെ കാലത്ത് ഗവേഷണ കേന്ദ്രം പണിയാൻ 15 സെന്റ് ഭൂമി അനുവദിച്ചു. ഇതിന്റെ മറവിൽ 50 സെന്റിലധികം ഭൂമി കയ്യേറിയെന്നാണ് ആരോപണം. ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം ഗവർണർക്കും പരാതി നൽകി. ഇതോടെയാണ് CPM കേന്ദ്രങ്ങളിൽ ആശങ്ക വർദ്ധിച്ചത്. അളന്നു തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർവേ വിഭാഗം നീക്കങ്ങൾ ആരംഭിച്ചാൽ അത് കനത്ത തിരിച്ചടിയാകും CPM-ന്. കയ്യേറ്റം നടന്നതായ സ്ഥിരീകരണമുണ്ടാകും. നിയമ നടപടികൾ കൂടുതൽ കടുക്കുന്നതോടെ കയ്യേറ്റ ഭൂമി സർവകലാശാലയ്ക്ക് തിരിച്ചു നൽകേണ്ടി വരും. അതേസമയം നടപടികൾ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ CPM ക്യാമ്പിൽ ആരംഭിച്ചതായാണ് സൂചന. സർവേ ചങ്ങലകൾ AKG സെന്ററിലേക്ക് എത്തുന്നതോടെ പ്രതിഷേധിച്ച് പ്രതിരോധിക്കാനാകും CPM നീക്കം. ജനം, തിരുവനന്തപുരം.